ഹായ്. നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസിനൊക്കെ വേണ്ടി ഇതുപോലെ ഒരു സ്റ്റാർസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്ക്വയർ പേപ്പറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് 10 സെൻറ്റിമീറ്റർ ആണ്. 4 സൈഡും 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പേപ്പർ. ഇത് വെച്ച് നമുക്ക് വേറെ ഗ്ലൂവോ ഒന്നുമില്ലാതെ ഇതുപോലൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മളിത് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് ആ ഓപ്പണിങ് നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു എഡ്ജ് മുകളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അവിടെ ഒരു ലൈൻ ഫോം ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പേജ് മുകളിലേക്ക് മടക്കാം. ഹാഫായിട്ട് മടക്കിയിട്ട് നേരത്തെ പ്രസ് ചെയ്തെടുത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് നമുക്കൊരു പോയിൻ്റ് കിട്ടും. അപ്പർ പോർഷനിലെ റൈറ്റ് സൈഡിലെ കോർണർ നമ്മൾ ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നല്ലപോലെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലെ എഡ്ജുമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ. ദെൻ മുകളിലത്തെ ഏറ്റവും അപ്പറിലെ എഡ്ജ് കൊണ്ടുവന്ന് ആ സെൻറ്ററുമായിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഹാഫായിട്ട് അങ്ങ് മടക്കിയെടുക്കുക. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അതിൽ ഏറ്റവും ചെറിയ സ്റ്റാർ ഉണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ ഏറ്റവും ബോട്ടത്തിലെ ആ എഡ്ജ് കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡിലെ എഡ്ജുമായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അവിടെ നമുക്ക് കിട്ടുന്ന ആ ലൈൻ ഉണ്ടല്ലോ, അവിടെ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. അവസാനം കിട്ടുന്ന ആ ഒരു പോർഷൻ നമുക്ക് തുറന്നു നോക്കിയാൽ അതൊരു സ്റ്റാറായി കിട്ടും. ഓക്കെ. ഇത്രയേ ഉള്ളൂ. പിന്നീട് നമുക്ക് ആ വലിയ എഡ്ജസ് എല്ലാം ഒരേ സൈഡിലേക്കും അതുപോലെ തന്നെ ചെറിയ എഡ്ജസ് ഉണ്ടല്ലോ, അതെല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്കും മടക്കിയെടുക്കുക. ഓക്കെ. കറക്റ്റ് ഒരു സ്റ്റാറായിട്ട് കിട്ടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.